testings in our lives, but we cannot say, because of these trials, I could not praise the Lord. അനേക പരിശോധനകളും പരീക്ഷകളും കടന്നു വരുമ്പോൾ എനിക്ക് പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് സ്തുതിക്കാൻ പറ്റിയില്ലെന്ന് പറയല്ലേ വേണം വിനിയോ അത് നടുവിൽ ദൈവത്തെ സ്തുതിക്കാനുള്ള സാധ്യത. In all trials, എല്ലാ പരിശോധനയുടെ the Lord says we need to praise the Lord. ദൈവം പറയുന്ന ദൈവത്തെ സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. When we are blessed in every way, നാം എല്ലാ സാഹചര്യങ്ങളാലും അനുഗ്രഹിക്കപ്പെടുമ്പോഴും we are yet to praise our God. ആ സാഹചര്യത്തിൽ നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. So this is the first aspect of our praising our God. ഇതാണ് ദൈവത്തെ സ്തുതിക്കുന്ന കാര്യങ്ങളിലുള്ള ഒരു വിഷയം. So when we gather together, remember, അതുകൊണ്ട് നാം ഒന്നിച്ചു കൂടുമ്പോൾ ഒരു കാര്യം ഓർക്കണം, that we need to bring unto God praises. നമ്മുടെ ദൈവത്തിന് സ്തുതികളുമായിട്ട് വേണം വരാനായി. We should never come empty. ഒരിക്കലും വെറും കൈയായിട്ട് വരാൻ. Sometimes we see that people come and they sit very quietly. ചില സമയത്ത് ചില ആൾക്കാർ ദൈവസന്നിധി വന്നിട്ട് വളരെ ശാന്തമായിട്ട് അങ്ങിരിക്കും. They don't want to disturb anybody. അവർക്ക് മറ്റുള്ളവരെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഒരു താല്പര്യമില്ല. I just do not want to be heard. ഞാൻ മറ്റുള്ളവരെ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. I just want to be very quiet. I'm a humble brother. ഞാനൊരു താഴ്മയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ വളരെ ശാന്തമായിട്ട്. False humility we need to put away. അങ്ങനെയുള്ള വ്യാജ താഴ്മ നമ്മൾ തീർച്ചയായിട്ടും വലിച്ചു ദൂരെയാണ്. We need to come to the house of God with praises and thanksgiving, with gratitude in our hearts. നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തോടെ സ്തുതിയും ആരാധനയോടുകൂടെ വേണം ദൈവത്തിന്റെ സന്നിധിയിൽ. And there's one more thing that I want to cover tonight. ഇന്ന് രാത്രിയിൽ ഒരു ഭാഗം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. Secondly, രണ്ടാമത്, praise in the Lord. Praise is a spiritual weapon. സ്തുതി എന്ന് പറയുന്നത് ഒരു ആത്മീക ആയുധമാണ്. True praise is a spiritual weapon against the enemy. ശരിയായ ആരാധന എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്തുതി എന്ന് പറയുന്നത് പിശാചിനെതിരെയുള്ള ഒരു നല്ല ആയുധം കൂടിയാണ്. Many people think in the spiritual world that praise is a cure for all sicknesses, medicine. എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കുന്ന ഒരു മരുന്നാണ് സ്തുതി എന്ന് പലരും ചിന്തിക്കുന്നത്. They think that we say praise the Lord, then everything will get changed. ചില കാര്യങ്ങൾ സ്വതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വ്യത്യാസമെന്നാണ് വിചാരിക്കുന്നത്. We got to be very careful. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. I've seen many people in the spiritual world today. ഇന്നത്തെ ആത്മീയ ലോകത്ത് അനേക ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. Because they know that there is power in praise, they just begin to repeat like the Gentiles. ഈ സ്തുതിയിൽ ഒരു ശക്തി ഉള്ളത് കൊണ്ട് അവർ പലപ്പോഴും ഈ വാക്കുകൾ ഇങ്ങനെ അർത്ഥമില്ലാതെ ആവർത്തിക്കുന്നതാണ് കാണാൻ സാധിക്കും. And they think that in that there is some power. അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ ആവശ്യമില്ലാതെ ആവർത്തിച്ചുകൊണ്ടാണ് ശക്തി ഉണ്ടാകുമെന്ന. Now that concept has to be clear before us this night. ഈ രാത്രി നമ്മുടെ മുമ്പാകെ ആ കാര്യം ക്ലിയർ ആകപ്പെടേണ്ടതായിട്ടുണ്ട്. I've seen, especially in the Pentecostal world, പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്ത് ലോകത്തില് we see people just keep on repeating. ഇങ്ങനെ പറയുന്നത് കാണാൻ സാധിക്കും. And they think that has got real power. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ ആണ് വലിയ ശക്തിയാണ് അവർ ചിന്തിക്കുന്നത്. No, that is a wrong concept. അത് തെറ്റായ ചിന്താഗതിയാണ്. One day, several years ago, ഒരു ദിവസം അനേക വർഷങ്ങൾക്ക് മുമ്പ് one pastor came from Kanyakumari to Delhi. കന്യാകുമാരിയിൽ നിന്ന് ഒരു പാസ്റ്റർ ഡൽഹിയിൽ വന്നു. And in the early morning, at around 5 o'clock, Brother Glady and I, we were to take him and go to one place. അതിരാവിലെ 5 മണിക്ക് ഞാനും ബ്രദർ ഗ്ലാഡിയും കൂടെ ചെന്നിട്ട് ആ സഹോദരനും കൂടി ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. So when we went to our office, he was staying there. ഞങ്ങള് അദ്ദേഹം താമസിച്ച സ്ഥലത്ത് ഞാൻ ഓഫീസിലാണ് ചെന്നപ്പോ we knocked the door. ഞങ്ങള് കതവ് മുട്ടി. We pressed the bell. ബെല്ല് അടിച്ച് അമർത്തി നോക്കി. No response. ഒരു പ്രതികരണവുമില്ല. Then we looked through the window. ഞങ്ങള് വിൻഡോയിൽ ജനലിൽ കൂടെ ചെന്ന് ഒളിഞ്ഞു നോക്കിയപ്പോ he was of course on his knees. തീർച്ചയായിട്ടും മുട്ടിന്മേലായിരുന്നു. Some people get into deep meditation. Nobody can wake them up. ചില ആൾക്കാർ ഈ മുട്ടിന്മേലിരുന്ന് ആഴമായ ധ്യാനത്തിലേക്ക് നീങ്ങും. അവരെ ഒരു വിധത്തിൽ എങ്ങനെയും ഉണർത്താൻ പറ്റുകയില്ല. So what happened finally? അവസാനമായിട്ട് we began to shout, make a lot of noise. ഞങ്ങള് വളരെയധികം ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. And he got up. പെട്ടെന്ന് അത് എഴുന്നേറ്റു. He did not know that we watched him through the window. ഞങ്ങൾ അദ്ദേഹത്തെ ജനലിൽ കൂടെ നോക്കിയത് അദ്ദേഹം അറിഞ്ഞില്ല. He came, praise the Lord, അതേ എഴുന്നേറ്റ പടി സ്വോത്രം അത് ഓർക്കുന്നേ. എതുക്ക് സ്വോത്രം? തൂങ്ങുന്നതുക? Now what I mean is that people use many times that word without a realization of it. യഥാർത്ഥ അംഗീകളുടെ
അടിസ്ഥാനമില്ലാതെ ഈ സ്തോത്രം എന്നൊക്കെ പറയുന്ന വാക്ക് വെറുതെ അർത്ഥശൂന്യമായിട്ട് I believe we can use the word stotram or praise the Lord with a real, gratitude in our hearts. നമ്മുടെ ഹൃദയത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തീർച്ചയായിട്ടും ഈ സ്തോത്രം എന്ന വാക്കും പ്രൈസ് ദി ലോർഡ് എന്ന വാക്കും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. There's no doubt about it. അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. If you go to some assemblies, ചില സ്ഥലങ്ങളിലെ അസംബ്ലിയിൽ നിങ്ങൾ they പോവുകയാണെങ്കിൽ can only say 3 times hallelujah. Hallelujah, hallelujah, hallelujah. If you tell 4th time, had it. ചില സ്ഥലങ്ങളിൽ പോയാൽ 3 ഹല്ലേലൂയ കൂടുതൽ പറയാൻ പാടില്ല, പറഞ്ഞു പോയാൽ You're a wrong doctrine, man. We see, therefore, there are a lot of wrong practices that have come into praise and worship today. ഈ ആരാധനയിലും സ്തുതിയിലും ആരാധനയിലും അനേക തെറ്റായ ഉപദേശങ്ങൾ കടന്നുകൂടിയതായിട്ട് കാണാൻ സാധിക്കും. So people think that if they keep on praising like this, it has got power. ചില ആൾക്കാർ ചിന്തിക്കുന്നത് ഇങ്ങനെ അർത്ഥശൂന്യമായ ജൽപ്പനം ചെയ്യുമ്പോൾ ആത്മീയ ശക്തി ഉണ്ടെന്നാണ് ചിന്തിക്കുന്നത്. Some people use the word blood of Jesus. ചില ആൾക്കാര് യേശുവിന്റെ രക്തം എന്ന് പറയാറുണ്ട്. They keep on saying it. ചില ആൾക്കാർ അതിങ്ങനെ ആവർത്തിച്ച് പറയാറുണ്ട്. We have to be very careful. വളരെ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. There is no strength in such words. അങ്ങനെയുള്ള വാക്കിലല്ല ശക്തിയുള്ളത്. But there is a power in the blood of Jesus. എന്നാൽ തീർച്ചയായും യേശുവിന്റെ രക്തത്തിൽ ശക്തിയുണ്ട്. There is power in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. You tell in the name of Jesus, I command you demons to depart, demon will run. യേശുവിന്റെ നാമത്തിൽ ഭൂതമേ ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഭൂതം വിട്ട് ഉടൻ ഓടിപ്പോകും. അത് ഞാൻ വിശ്വസിക്കുന്നു. It has taken place. അത് സംഭവിച്ചിട്ടുമുണ്ട്. We have experienced it. അത് ഞങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട്. Now we know it. അത് അറിയുകയും ചെയ്യാം. But what we are saying is that, like the Gentiles, mere repetition of words of praise has got no power. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ജാതികൾ ചെയ്യുന്നത് പോലെ അർത്ഥശൂന്യമായ ഈ അർത്ഥമില്ലാത്ത ജൽപ്പനം വാക്കുകളുടെ ആവർത്തനത്തിന് യാതൊരു ശക്തിയും ഇല്ല എന്നുള്ളതാണ്. When we really begin to praise the Lord from the bottom of our hearts, there is real power to that. നമ്മുടെ ഹൃദയത്തിന്റെ അഗാധതയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു വലിയ ആത്മീയ ശക്തി തന്നെ. Our motives are right. നമ്മുടെ ഉദ്ദേശങ്ങൾ ശരിയായിരിക്കുമ്പോൾ, our hearts are really filled with true gratitude. ദൈവം നമ്മുടെ ഹൃദയം നിറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞതയോടെ നമ്മൾ നിൽക്കുമ്പോൾ, and we speak, Lord, I want to thank you with all my heart. Yeah, it has got power. കർത്താവേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ആത്മീയ ശക്തി തന്നെയാണ് പ്രിയമുള്ളവരെ. Definitely there is power in that praise. അങ്ങനെയുള്ള സ്തുതികളിൽ തീർച്ചയായിട്ടും ശക്തി. But there is no real power in just saying Sotram, 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 or praise the Lord, or Rektam, or whatever words it may be. അങ്ങനെയുള്ള ആവശ്യമില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ വെറുതെ ഇങ്ങനെ ആവർത്തിച്ചതുകൊണ്ട് അതിനകത്ത് യാതൊരു ശക്തിയുമില്ല. But true praise God, that power, it's a spiritual weapon against the enemy. ശരിയായ ആരാധന എന്ന് പറയുന്നത് പിശാചിനെതിരെയുള്ള ഒരു ഒന്നാമത്തെ ആയുധമാണ്. Now turn with me Matthew chapter 21. We'll go quickly. Matthew chapter 21 and verse 16. Someone please read. Both in English and in Malayalam. Read positively King James version, please. 16ാമത്തെ വാക്യം കിങ് ജെയിംസ് വേർഷൻ. അവനോട് ചോദിച്ചു. യേശു അവനോട് ഉവ്വ്, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നുള്ളത് നീ ഒരിക്കലും വായിച്ചിട്ടില്ല എന്ന് ചോദിച്ചു. And said unto him, Hearest thou what these say? And Jesus said unto them, Hear, have ye never read, out of the mouth of babes and sucklings, out of the mouth of the babes and sucklings, thou hast perfected praise. Thou hast perfected praise. Okay? Now turn again with me to Psalms 8 and verse 2. സങ്കീർത്തനം 8ന്റെ 2ാമത്തെ വാക്യം കൂടെ വായിക്കാം. Out of mouth of babes and sucklings hast thou ordained strength because of thine enemies. ശത്രുവിനെയും പകയനെയും ഉണ്ടായിരിക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെ വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. Okay? Now Jesus quoted this verse in Matthew from the Psalms. Okay? മത്തായിയിൽ പറഞ്ഞിരിക്കുന്ന വാക്യം യേശു പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നിന്നാണ്. What is the difference we see in these two verses? ഈ രണ്ട് വാക്യങ്ങളിൽ കാണുന്ന വ്യത്യാസം നിങ്ങൾക്ക് പറയാമോ? ഒന്ന് പറയാമോ? രണ്ട് വാക്യങ്ങളിലും Tell me, who will come with the answer? ബലം ഒരുക്കിയിരിക്കുന്നു. In one sense is the ordained ബലം, strength. സങ്കീർത്തനത്തിൽ ബലം നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. But when Jesus quoted that, the same verse,
Instead of strength, he uses the word praise. That's all. യേശുക്രിസ്തു ആ വാക്ക് ഉപയോഗിച്ചപ്പോൾ ആ വാക്യം എടുത്തു പറഞ്ഞപ്പോൾ Yeah. യേശുക്രിസ്തു ബലം എന്നതിന് പുകഴ്ച അല്ലെങ്കിൽ സ്തുതി എന്നാണ് The പറയുന്നത്. only thing Jesus replaced was the word praise for the word strength. ബലത്തിന് പകരം യേശുക്രിസ്തു ഉപയോഗിച്ച വാക്ക് പുകഴ്ച എന്നുള്ളതാണ്. In other words, both are the same. വേറെ വിധത്തിൽ പറഞ്ഞ രണ്ട് സമമാണ്. Yeah, out of the mouth of the babes and sucklings, the Lord is going to ordain strength because they are a people of praise unto God. ശിശുക്കളെ വിലപിടിക്കുന്നതിനെ വായിക്കുന്ന ബലം നിയമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് സ്തുതിക്കുന്നവരായിരിക്കുന്നതുകൊണ്ട് Now we need to know when we really praise the Lord, when we really bless the Lord, it really got strength to impart to us in our lives. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ചില ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുവാനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. Yeah, that praise will give us strength in our lives. തീർച്ചയായിട്ടും പുകഴ്ച അല്ലെങ്കിൽ സ്തുതിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ശക്തി നമുക്ക് പകർന്നു തരും. It imparts strength. That's why the Lord says that out of the mouth of the babes and sucklings hast thou not read that thou shalt ordain strength. ശിശുക്കളെ വിലപിടിക്കുന്നതിന്റെ വായിൽ നിന്ന് ഈ പുകഴ്ച ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിക്കുന്നത്. Now let me make it more clear. ഒന്നുകൂടെ വിശദമാക്കട്ടെ. It is not that when we begin to praise that we somehow get some kind of strength, like just like that. നമ്മുടെ അതായത് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ശക്തി ഇങ്ങനെ വരുമെന്നുള്ളതായ സങ്കല്പമല്ല. No, we need to know how it takes place in our lives. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ബലം സംഭവിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എന്ന് കാണേണ്ടതായിട്ട്. When the truth comes to us, it imparts to us a real desire to walk, a desire to walk in that truth. ഈ സത്യം നമ്മളിലേക്ക് ദൈവം നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നമ്മളില് ഈ സത്യം അനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള വലിയ ആഗ്രഹം ഉടലെടുക്കുന്നതാണ്. So what happens? എന്താ സംഭവിക്കുന്നത്? When we begin to really praise the Lord, നാം ശരിക്കും യഥാർത്ഥമായി കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ what is the promise of the Lord to us? ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മളോടുള്ള എന്താണ്? എന്താ വാഗ്ദത്തം? നമ്മുടെ മധ്യത്തിൽ സ്തുതിക്കുന്നതിന്മേൽ വസിക്കുന്ന യഹോവ. Praise the Lord. So when we begin to praise the Lord, that praise becomes a throne for God. അതായത് നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഈ സ്തുതി എന്ന് പറയുന്നത് കർത്താവിന് ഒരു സിംഹാസനമായിട്ട് മാറുകയാണ്. Actually praise becomes a throne for God. That's the throne of God. ദൈവത്തിന്റെ ഈ സ്തുതി എന്ന് പറയുന്നത് ദൈവത്തിന് ഒരു സിംഹാസനമായിട്ട് മാറുകയാണ്. Now when we begin to praise the Lord, how good thou art, O Lord. Thy mercy endureth, O Lord. And when we begin to praise him, we see the Lord is enthroned. In other words, by praises we make a throne for God to come in. Praise God. This is very important. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. When we come and sing songs, let us not be playful, and we need to know when we praise the Lord is coming, to dwell in our midst. He is going to be enthroned in our midst. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ കാര്യങ്ങൾ കളിയായി മാറാൻ പാടില്ല. പിന്നെയോ നാം ഒരുമിച്ച് കൂടുമ്പോൾ സ്തുതിയാകുന്നതായുള്ള സിംഹാസനം കർത്താവിന് ഒരുക്കി കൊടുക്കുമ്പോൾ അത് വലിയവനായ കർത്താവ് ആ സ്തുതികളുടെ മേൽ കടന്നു വന്ന് വസിക്കാൻ ഇരിക്കുവാൻ So തുടങ്ങും. what happens? എന്താ ചെയ്യുന്നത് അറിയാമോ? The Lord is there. ദൈവം അവിടെയുണ്ട്. Praise God. സ്തോത്രം. Now, when we praise the Lord, we begin to receive strength. നാം കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും. അതെങ്ങനെ കിട്ടുന്നത്? I'm showing it. Listen carefully. ശ്രദ്ധിക്കണം, അതെങ്ങനെയാണ് When പറയുന്നത്? we praise the Lord, നാം കർത്താവിനെ സ്തുതിക്കുമ്പോൾ his throne is there in our presence. നമ്മുടെ മധ്യേ ദൈവത്തിന് ഒരു സിംഹാസനം നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. We are making a throne for God. ദൈവത്തിന് സിംഹാസനം ഒരുക്കി കൊടുക്കുകയാണ്. And he is seated there. അവൻ അവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങും. And in his presence, അവന്റെ സാന്നിധ്യത്തിൽ every need can be met. എല്ലാ ആവശ്യങ്ങളും സന്ധിക്കപ്പെടും. Yes, no? അത് ശരിയല്ലേ? Yes. In his presence. അവന്റെ സാന്നിധ്യത്തിൽ When his presence is here in our midst, നമ്മുടെ മധ്യയുള്ള അവന്റെ ഈ സിംഹാസനത്തിന് മുമ്പിൽ how is his presence manifested? എങ്ങനെയാണ് അവന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ മധ്യ വെളിപ്പെട്ടത്? Through our praises. നമ്മുടെ സ്തുതികളിലൂടെ. When we begin to praise him, he makes it on his throne, and he is now in our midst. നാം കർത്താവിനെ സ്തുതിക്കുമ്പോൾ അത് കർത്താവിനെ സിംഹാസനമാക്കി മാറ്റുകയും അവൻ നമ്മുടെ മധ്യം വന്ന് വസിക്കുകയും ചെയ്യുകയാണ്. And then his presence imparts strength to me. Praise God. അങ്ങനെ അവന്റെ സാന്നിധ്യം എനിക്ക് ശക്തി പകരുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അല്ലാതെ എന്റെ ജൽപ്പനമല്ല എനിക്ക് ശക്തി തരുന്നത്, എന്റെ ദൈവത്തോടുള്ള സ്തുതി ദൈവത്തിന് വേണ്ടി ഒരു സിംഹാസനം ഒരുക്കുന്നു. അവന്റെ സാന്നിധ്യം അവിടെ എനിക്ക്
chapter. This is very important. ഇത് വളരെ പ്രാധാന്യമുള്ള We need to know this. ഇത് വളരെ It's not like a magic. I will begin to say Sodra Sodram, I will get the answer. ഞാനിങ്ങനെ കുറച്ച് ജൽപ്പനം ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഉത്തരം കിട്ടുന്ന ഒരു മാജിക് പോലെ അല്ലേ ഇത്. Several years ago, അനേക വർഷങ്ങൾക്ക് മുമ്പ് I'm telling a truth. ഞാൻ സത്യം പറയുകയാണ്, Myself and Brother Raju, ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ we went to a pastor. ഞങ്ങളൊരു പാസ് എടുക്കാൻ പോയി. We had a brother who had a proposal come for his marriage. ആ സമയത്ത് ഞങ്ങളോട് ഒരു വിവാഹാലോചന ഉള്ളതായൊരു സഹോദരൻ ഉണ്ടായിരുന്നു. So he wanted to know if that is the will of God. അദ്ദേഹത്തിന് അറിയണം ഇത് ദൈവഗീതമാണോ അല്ലയോ എന്ന്. So we told our feelings to this brother. ഞങ്ങളുടെ പിന്നെ ദൈവത്തിനോട് സംസാരിച്ച വിഷയം ഞങ്ങൾ ഈ സഹോദരനോട് പറഞ്ഞു. But he was not willing to accept it. ഈ സഹോദരൻ അത് അംഗീകരിക്കാൻ This was way പറഞ്ഞു. back in 82, I think. 82 നടന്ന സംഭവമാണ്. And so we both went ഞങ്ങൾ രണ്ടുപേരും ചെന്ന് along with this brother to this ഈ pastor. ഈ സഹോദരനോട് ഈ പാസ് എടുക്കാൻ ചെന്നു. And I want to tell you, I got a real scare from there. അവിടെ ഞാൻ ആകെ ഭയന്ന് പോയി എന്ന് പറയട്ടെ. This pastor began to shake his head like this. അദ്ദേഹം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ He തുടങ്ങി. was shaking his head like this. No exaggeration, not even 1%. ഒരു അതിശയോക്തിയും ഇല്ലാതെ പറയട്ടെ, Not even 1% of exaggeration. I'm telling you the truth. He began to shake his head with his mouth so loose. And I was scared actually. I said, what on earth is this man doing? പ്ലാസ്റ്റിക് തലയിട്ട് അടിച്ചിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയവൻ തുപ്പലൊക്കെ ദേഹത്തോട് തെറിക്കാൻ തുടങ്ങി. ആകെ ഞങ്ങളൊക്കെ ഭയന്നു പോയി. And afterwards, അതിനുശേഷം he said to this brother ഈ സഹോദരൻ പറഞ്ഞു, something. I don't know whether it is will of God or not will of ഈ സഹോദരൻ എന്താ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. God. He talked to him. ഈ സഹോദരൻ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. Beloved, there are so many practices today which are unscriptural going on in the name of praising God. ദൈവത്തെ സ്തുതിക്കുക എന്ന പേരിൽ അനേക വേദപുസ്തക വിപരീതമായ കാര്യങ്ങൾ Oh, നടക്കുന്നതായിട്ട് we need to know that when we really praise the Lord with a heart filled with gratitude and praise unto God, when we begin to praise the Lord as a people, His throne is established in our midst. പ്രിയമുള്ളവരെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കുന്നതാണ് സമയത്ത് Amen. നമ്മുടെ കർത്താവിന്റെ ഒരു സിംഹാസനം നമുക്ക് ഉയരുകയാണ് Amen. Amen. We should expect this and we should realize it happening when we gather together. പ്രിയമുള്ളവരെ, ഇത് പ്രതീക്ഷിക്കുകയും ഇത് നമ്മുടെ മധ്യേ നടക്കുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. Yeah, He wants to do it when we gather together. ഓ, നാം ഒരുമിച്ച് കൂടുമ്പോൾ ഇത് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, Hallelujah. Praise the Lord. His presence is there. അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ വരികയാണ്. You know what the Bible says? എന്താ വേദപുസ്തകം പറയുന്നത് അറിയാമോ? And when the presence of the Lord comes, ദൈവത്തിന്റെ സാന്നിധ്യം ഇടുമ്പോൾ all His enemies will scatter. മുഴുവൻ ശത്രുക്കളും Amen. ചിതറിപ്പോകുന്ന Praise the Lord. The Bible says He is the Lion of Judah. വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ് നമ്മുടെ കർത്താവ്. There are some other lion also in the Bible. വേദപുസ്തകത്തിൽ മറ്റു ചില സിംഹങ്ങളെയും Yes, പറയുന്നുണ്ട്. no? Yeah, we see that there is another lion which has got no teeth. വേറെ ചില സിംഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, പല്ലില്ലാത്ത സിംഹം. He lost all his teeth. അവന് പല്ലുകൾ മുഴുവൻ But by നഷ്ടപ്പെട്ടിരിക്കുകയാണ്. the virtue of him standing there at the door, we will never dare open the door. We are afraid of him. അവന് അവന്റെ ആ നിപ്പ് കാണുമ്പോഴേ നമ്മൾ ഭയന്ന് നമ്മൾ വാതിൽ പോലും തുറക്കാൻ But പേടിച്ചിരിക്കുകയാണ്. every child of God, we need to know he has got no teeth. പക്ഷെ എല്ലാ ദൈവവൈദ്യങ്ങളും അറിഞ്ഞിരിക്കുന്ന പിശാചായ സിംഹത്തിന് പല്ലുകളേ ഇല്ല. He is only an accuser. അവൻ ഒരു അപവാദിയാണ്. That's all he can do. അവൻ അതേ പറയാൻ പറ്റൂ, ചെയ്യാൻ But പറ്റും. when we begin to praise the Lord, the true Lion of Judah, He comes in our midst, and all these little lions run away from their life. നാം യഥാർത്ഥമായി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്ന സമയത്ത് യഹൂദാ ഗോത്രത്തിന്റെ ശരിയായ സിംഹം നമ്മുടെ മധ്യേ വരുമ്പോൾ സിംഹം എന്നതുപോലെ നടിച്ചിരിക്കുന്നതായുള്ള പിശാചായവൻ ഓടിയാകലും. പ്രൈസ് ദി ലോർഡ്. That is the way we Hallelujah. get power, and we use praise as a weapon against the enemy. ഇങ്ങനെയാണ് Hallelujah. നമുക്ക് ശക്തി ലഭിക്കുന്നതും. Yeah. സ്തുതി എന്നത് പിശാചിനെതിരെ ഒരു ആയുധമായി It's not that because we say something Sotram Sotram, the enemy will run for his life. No. നമ്മളവിടെ ഒരുമിച്ച് കൂടി സ്വത്രം 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 എന്ന് പറയുമ്പോൾ പിശാച് കേട്ടിട്ട് ഓടിപ്പോകുന്നു Oh, ചിന്തിക്കുന്നു. when we begin to praise and bless the Lord, His throne is in our midst, and then the Lion of Judah manifests, and every other lions will run for their life. Praise നാം God. എല്ലാവരും ഒന്നിച്ചുകൂടി ദൈവത്തെ ഹൃദയമായി സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി സിംഹാസനം എടുക്കപ്പെടുകയും യഹൂദാ ഗോത്രത്തിന്റെ സിംഹം നമ്മുടെ മധ്യേ കടന്നു വരികയും സിംഹം എന്നതുപോലെ അഭിനയിച്ച് നടക്കുന്നതാണ്. സിംഹങ്ങളൊക്കെയും അവിടെ നിന്ന് ഓടി അകലുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് വിജയം കിട്ടുന്നത്. Praise The the Lord. gates of hell shall not prevail against such a church. Praise God. അങ്ങനെയുള്ള സഭകളുടെ മേൽ പാതാള ഗോപുരങ്ങൾ ഒരിക്കലും ജയിക്കില്ല. Beloved, we need to be a people of praise unto God. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജനമായി Let മാറ്റപ്പെടുക. our praise and worship be different in these days. ഈ ദിവസങ്ങളിൽ നമ്മുടെ Amen. സ്തുതിയും ആരാധനയും വ്യത്യസ്തമായിരിക്കട്ടെ. God is giving us light, and let us walk in the light. ദൈവം നമുക്ക് പ്രകാശം തരുന്ന പ്രകാശത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കേണ്ടതായിട്ടുണ്ട്. And let us be a
people who will praise and bless and worship Him in these days. ഈ ദിവസങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതല്ല ഒരു ജനമായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. As we gather together again, വീണ്ടും നമ്മൾ ഒന്നിച്ചു കൂടുന്നതാണ് സമയത്ത് let us come together with this expectation. ഈ പ്രതീക്ഷയോടെ നമുക്ക് കടന്നു വരാം. We do not come just to sing songs. നമ്മൾ വെറുതെ കടന്നത് പാട്ട് പാടാൻ വേണ്ടിയല്ല വരുന്നത്. We come to praise the Lord. നാം ദൈവസന്നിധിയിൽ വരുന്നത് To കർത്താവിനെ offer unto Him offerings and sacrifices. കർത്താവിന് വഴിപാടും യാഗവും അർപ്പിക്കുവാനാണ് നമ്മൾ കടന്നു വരുന്നത്. We come singing and praising God to use praise as an instrument, as a weapon against every work of the enemy in our lives. നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും Amen. ഒരു വിജയം നേടുവാനായ ഒരു ആയുധമായി ഉപയോഗിക്കുവാനായിട്ടാണ് സ്തുതിയും We want ആരാധനയും Him to be ഉപയോഗിക്കുന്നത്. enthroned in our midst. We want Him to be enthroned in our midst. അവൻ നമ്മുടെ മധ്യ സിംഹാസനസ്ഥനാകുവാൻ നമ്മൾ ആഗ്രഹിക്കുക. Let us look unto the Lord in prayer. Amen.